PC-യേക്കാൾ വിശ്വാസ്യത സരിതയ്ക്കല്ലേ? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരിക്കാനൊരിടം. എന്താണ് ചക്കടപ്പെണ്ണേ വിശേഷം? ഇവിടെ വെറുതെ ഇരിക്കുന്നു, അതല്ലാതെ എന്താണ്? കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്ക് സധൈര്യം അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള വേദിയാണ് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. സാധാരണ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ വരുന്ന പ്രതികരണങ്ങൾ. ഇന്നലത്തെ ഞങ്ങളുടെ ചോദ്യം ഇതായിരുന്നു. ഒന്ന്, PC ജോർജിന്റെ BJP പ്രവേശനത്തിനോട് ലോകമെമ്പാടുമുള്ള പ്രബുദ്ധരായ മലയാളികൾ എങ്ങനെ പ്രതികരിക്കുന്നു? PC ജോർജിന്റെ BJP പ്രവേശനത്തിനോട് ക്രൈസ്തവ വിഭാഗത്തിന്റെ പ്രതികരണം എന്താണ്? കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി കേരള രാഷ്ട്രത്തിൽ കിടന്ന് അളിഞ്ഞു നാറിയ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മറുകണ്ഠങ്ങൾ ചാടുന്ന ഈ അവസരവാദിയെയും കൂടെ പോയ മകനെയും എടുത്തതുകൊണ്ട് BJPക്ക് കേരളത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? നൂറുകണക്കിന് പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 99.9% ജനങ്ങളും പ്രതികരണത്തിൽ പറഞ്ഞിരിക്കുന്നത് PC എന്ന പാഴിനെ എടുത്തതുകൊണ്ട് BJPക്ക് കേരളത്തിൽ ഗുണത്തേക്കാളേറെ ദോഷമേ ഉണ്ടാവൂ എന്നാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ BJPക്ക് സുരേഷ് ഗോപി കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത ആകെയുള്ള ഇമേജും ഇതോടെ പോയി കിട്ടി എന്നതാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും വിലയിരുത്തൽ. അമേദ്യവും പാൽപ്പായസവും ഒരേ തട്ടിൽ വെച്ച് ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവച്ച അവസ്ഥയാണിതെന്നും അവർ പ്രതികരിക്കുന്നു. ഈ ഡീൽ ഉണ്ടാക്കിയ KJP നേതാക്കൾക്ക് വല്ല നേട്ടവും ഉണ്ടായെങ്കിലായി എന്നതാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. അല്ലാതെ പാർട്ടിക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്നവർ പറയുന്നു. അതുപോലെ PC-യെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ പരാജയം ഉറപ്പാണ് എന്നും ആ മണ്ഡലത്തിൽ നിന്നുള്ള അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നു. BJP കേരള ഘടകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധിയുള്ള ശോഭാ സുരേന്ദ്രന്റെ PC-യെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പോലും KJP നേതൃത്വം പരിഗണിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു നാണം കെട്ട ഒരു നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ പേര് PC ജോർജ് എന്നാണ്. PC ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത്, ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് PC ജോർജിനെ പരമചറ്റ എന്ന് വിളിച്ചിട്ടാണ്. അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട PC ജോർജ് സ്വയം അധപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആങ്ങള ചത്താലും നാത്തൂന്റെ കണ്ണീര് കാണുവാൻ കാത്തിരിക്കുന്നവരാണ് KJP നേതൃത്വം എന്നതിന്റെ ഉദാഹരണമാണ് PC എന്ന അമേദ്യം വാരി BJP-യിൽ ഇട്ടത്. ഈ പിറക്കി ജോർജിനെ നിർത്തുന്നതിന് പകരം ശോഭാ സുരേന്ദ്രനെ നിർത്തിയിരുന്നുവെങ്കിൽ പത്തനംതിട്ടയിൽ BJP അക്കൗണ്ട് തുറക്കുമായിരുന്നു എന്ന് ബഹുഭൂരിപക്ഷം ഹൈന്ദവ ജനതയും ചിന്തിക്കുന്നു. ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ശോഭാ സുരേന്ദ്രന് BJP-യുടെ മറ്റേത് നേതാക്കൾക്ക് കിട്ടുന്നതിലും കൂടുതൽ വോട്ടുകൾ മറ്റു വിഭാഗങ്ങളിൽ നിന്നും കിട്ടുമായിരുന്നു എന്നും അവർ അഭിപ്രായപ്പെടുന്നു. ഒരു വിഭാഗം ജനങ്ങളുടെ പ്രതികരണം എന്തുകൊണ്ടും PC ജോർജിനേക്കാൾ ഭേദം സരിത ആണെന്നായിരുന്നു. സരിതയുടെ നിലപാടുകൾക്കും വാക്കുകൾക്കും PC-യേക്കാൾ വളരെയേറെ വിലയുണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞങ്ങളെ വിളിച്ച് അറിയിച്ച പ്രതികരണങ്ങളുടെ ആദ്യ ഭാഗം ഇന്ന് കേൾക്കാം. ഈ വിഷയത്തിൽ ഇനിയും പ്രതികരണങ്ങൾ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്നും നാളെയും കൂടി താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശമായി അയക്കുകയോ ഞങ്ങളെ വിളിച്ചറിയിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി പ്രതികരണത്തിലേക്ക്. സുനിൽ സാറേ, ഞാൻ CT ജയിക്കും ചിങ്ങവനത്താണ് വിളിക്കുന്നത്. എനിക്ക് PC ജോർജിനെ പറ്റി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ PC ജോർജിനെ 1980 മുതൽ എനിക്കറിയാം. അന്ന് കോട്ടയത്ത് PJ ജോർജിന്റെ കൂടെ PC ജോർജ് വർക്ക് ചെയ്യുമ്പം അന്ന് എനിക്ക് പരിചയമുണ്ട്. അന്നത്തെ PC ജോർജ് ഇന്നത്തെ PC ജോർജായിട്ട് ആനയും ആടുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അന്ന് യാതൊരു നിവൃത്തിയില്ലാതെ ഇവിടെ കോട്ടയത്ത് വന്ന് ആ രീതിയിൽ ജീവിച്ച PC ജോർജ് ഇന്ന് കുടവേറും വെച്ച് വലിയ ഇതായിട്ട് അഹങ്കാരിയായിട്ട് മാറി. ശരിക്കും പറഞ്ഞാൽ ഇന്ന് PC ജോർജിനുള്ള സാമ്പത്തികം എന്താണെന്നും അന്നത്തെ സാമ്പത്തികവും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മനുഷ്യൻ PC എന്നുള്ളത് പ്ലാന്തോട്ടത്തിൽ ചാക്കോ എന്നാണോ അതോ പരമ ചെറ്റയാണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം അയാള് ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞു. ഉമ്മൻചാണ്ടിയെ പറ്റി പറഞ്ഞത് രാത്രി 10:30 മണിക്ക് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ സരിത അവിടെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി കട്ടിലിൽ ഇരിക്കുകയായിരുന്നു, സരിത താഴെ ഇരിക്കുകയായിരുന്നു. അയാൾ നേരിട്ട് കണ്ടു. ഉമ്മൻചാണ്ടി അയാളെ കണ്ട ഉടനെ ഉമ്മൻചാണ്ടി അകത്തേക്ക് മുറിയിലേക്ക് ഓടിപ്പോയി എന്നൊക്കെ പച്ചക്കള്ളം. എങ്ങനെ കള്ളം പറയാൻ തോന്നുന്നു? ഉമ്മൻചാണ്ടി അയാൾ ചേട്ടാന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഉമ്മൻചാണ്ടിയോട് അയാൾ ചെയ്ത ദ്രോഹം ആ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഒരു കാലത്തും പൊറുക്കാൻ പോകുന്നില്ല.
ഇയാളെ എവിടെ പോയെന്ന് പറയാനും, ഇനിയും BJP പോയെന്ന് പറയാനും, ഏത് മാളത്തിൽ ഒളിച്ചെന്ന് പറഞ്ഞാലും ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ കാര്യം, 2 മുന്നണി ഉപേക്ഷിച്ചു. ഇപ്പൊ അയാൾക്ക് ഒരു അഭയസ്ഥാനമില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരിടത്തും ഇല്ല, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പം ആ പാടി ജന്മം ഇപ്പോൾ ഇവിടെ BJP കയറിയിരിക്കുക. 6 മാസത്തിനകം ആ BJP ഒന്നുകിൽ ഇയാളുടെ വിടുവായുത്വം കൊണ്ട് പുറത്തു വരും, അല്ലെങ്കിൽ അവർ ചവിട്ടി പുറത്താക്കും. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അയാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ തീരാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ ഈരാറ്റുപെട്ടുള്ള ജനങ്ങൾ അയാളെ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അയാള് ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ട വന്നു. ഇനി പത്തനംതിട്ട നിൽക്കാൻ പോവാണെന്നും MP ആയിട്ട് വരുമെന്നും ജയിക്കുമെന്നും 5 സീറ്റ് BJP ഉണ്ടാക്കി തരും. ഈ വർഷത്തെ ഏറ്റവും വലിയ ഫലിതമായിട്ടേ അത് തോന്നുന്നുള്ളൂ. ഏറ്റവും വലിയ തമാശയായിട്ടേ തോന്നുന്നുള്ളൂ. ഇങ്ങനെ തമാശ പറയാൻ പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം പുള്ളിയുടെ മകൻ പറയുന്നത് പിണറായിയോടുള്ള വൈരാഗ്യം കൊണ്ടാണ്, ഇയാളെ അറസ്റ്റ് ചെയ്തതിന്റെ വൈരാഗ്യം കൊണ്ടാണ് കേസിന് പോയി SFI കൊണ്ട് വീണ വിജയനെതിരെ അന്വേഷണം കൊണ്ടുവന്നൊക്കെയാണ് പറയുന്നത്. ഇവർക്ക് 2 പേർക്കും യാതൊരു അപ്പനും മകനും കണക്കാണ്. യാതൊരു ധാർമ്മികതയും ഉണ്ടെന്ന് തോന്നുന്നില്ല. മോൻ എന്ത് ബാക്ക്ഗ്രൗണ്ട് ഉള്ള അതാണ് മനസ്സിലാക്കാതെ. ഇപ്പൊ അനിൽ ആന്റണി എന്ന് പറഞ്ഞ ഒരു പാട് കോൺഗ്രസിൽ നിന്ന് പോയി. ഇപ്പൊ 2 പാടുകളും കൂടെ ഇപ്പൊ BJPയിലേക്ക് കയറിയിരിക്കുക. BJP എന്ത് ഉദ്ദേശിച്ചാണ് അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് ഭാവിയിൽ കാണാം. കാരണം വെച്ചാൽ അവർക്ക് വോട്ടമല്ലാതെ BJP യാതൊരു നേട്ടം ഉണ്ടാകുന്നില്ല. യാതൊരു നേട്ടം ഉണ്ടാകത്തില്ലെന്നല്ല, അവര് ആദ്യം താമസിക്കാതെ ചവിട്ടി പുറത്താക്കുന്നത് നമുക്ക് ഈ കേരളത്തിലെ ജനതയ്ക്ക് കാണേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഈ മനുഷ്യൻ ചെയ്തു കൂട്ടിയിട്ടുള്ള ആ ശാപം ഉമ്മൻചാണ്ടി സാറിന്റെ ശാപം തീർച്ചയായിട്ടും ഉണ്ടാവും. എങ്ങനെ പറയാൻ സാധിക്കും സാറേ? ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രാത്രി 10 മണിക്ക് ചെല്ലുകയും അതുപോലെ ഒരു രംഗം സരിതയായിട്ട് വചന സ്വരോധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെന്നും പറയുന്നത് എങ്ങനെ നമുക്കൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇയാളെന്തിന് 10 മണിക്ക് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ പോയി? ഉമ്മൻചാണ്ടി ഓഫീസിൽ 10 മണിക്ക് എങ്ങനെ ചെന്നു? അപ്പൊ രാത്രി 10 മണിക്ക് ഇത്രയും ജോലിക്കാര് സെക്രട്ടേറിയറ്റിലെ ആൾക്കാർ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലുള്ളപ്പോ എങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനകത്ത് വേറെ മുറിയുണ്ടായി? ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ പോയിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള അവിടെ പ്രത്യേക മുറികളോ സൗകര്യങ്ങളോ ഒന്നുമില്ല. അത് സ്വാധീനമായിട്ടുള്ള ഒരു ഓഫീസാണത്. അവിടെ ഈ മനുഷ്യൻ പറയുന്നത് ആര് വിശ്വസിക്കാനാണ്? അയാൾ പിന്നെ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം അയാള് മാപ്പ് പറഞ്ഞു, ക്ഷമ പറഞ്ഞു. എന്തായാലും ഈ ക്ഷമ പറഞ്ഞുകൊണ്ടൊന്നും അയാളുടെ ശാപം തീരാൻ പോകുന്നില്ല. കാരണം അതുപോലെ ഞാൻ പറയുന്നത് ഗണേഷ് കുമാർ ചെയ്തതിനേക്കാളും സരിത ചെയ്തതിനേക്കാളും അങ്ങേയറ്റത്തെ ദ്രോഹമാണ് ഈ മനുഷ്യൻ, ഈ PC ജോർജ് എന്ന് പറയുന്ന അധമൻ ചെയ്ത് ഉമ്മൻചാണ്ടി ചെയ്തത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത്രയും സാമ്പത്തികം എവിടെ നിന്നാണ് ഇവനിപ്പോ ഉണ്ടാക്കുന്നത്? അത് സാമ്പത്തികം ഞാൻ മനസ്സിലാക്കുന്നത് PJ ജോസഫ് സാറിനെ +2 കൊണ്ടുവന്നപ്പോൾ PJ ജോസഫ് സാറിനെ വഞ്ചിച്ച് +2 സ്കൂളുകൾക്ക് അനുവദിപ്പിച്ച് പണം ഉണ്ടാക്കിയെന്നാണ് എന്റെ ബലമായ സംശയം. അതാണ് എന്റെ ബലമായ സംശയം. അത് തന്നെയാണ്. കാരണം അല്ലാതെ അതിന് പണം ഇല്ലായിരുന്നു. പൈസ ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പൈസ ഇല്ല, മറ്റുള്ളവരുടെ ചെലവിൽ TV പോയി ഊണ് കഴിക്കുന്ന ഒരുത്തരായിട്ട് ഞാൻ 1980-കളിൽ ഈ PC ജോർജിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളവരാ. അപ്പൊ ഈ പൈസ ഉണ്ടായത് PJ ജോസഫിനെ വഞ്ചിച്ചിട്ട് +2 അതായത് TMJക്ക് കൊണ്ടുവന്നാണ് പ്രീ ഡിഗ്രി ബോർഡ്. അതിനെ ഈ സർക്കാർ ജോലിക്കാര് അതിനെ പാര വെച്ച് അത് ഇല്ലാതാക്കി. ആ പ്രീ ഡിഗ്രി ബോർഡ് നല്ല സംവിധാനമായിരുന്നു, അതിനെ നശിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നയനാർ മന്ത്രിസഭയിലാണെന്ന് തോന്നുന്നു PJ ജോസഫ് ഇരുന്നുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോ കൊണ്ടുവന്നാണ് +2. ആ +2 കോഴ്സ് മറ്റേ സ്കൂളുകൾക്ക് കൊടുത്ത് അതിന്റെ പേര് കൈക്കൂലി വാങ്ങിച്ചാണ് PC ജോർജ് പണം ഉണ്ടാക്കിയെന്നാണ് എന്റെ ബലമായ വിശ്വാസം. ക്രിസ്ത്യാനികളായിട്ട് എങ്ങനെ അംഗീകരിക്കും സാർ? ഇവൻ ഫ്രാങ്കോ ബിഷപ്പിന്റെ പേർക്ക് അവൻ ന്യായം പറയാനല്ലേ? ഈ ഫ്രാങ്കോ ബിഷപ്പിന്റെ എല്ലാ തെളിവുകളോടെ എല്ലാം വന്നു. അതൊക്കെ സാമ്പത്തിക പേരിലൊക്കെ അതൊക്കെ ഊരിപ്പോയി. കാരണം 6000 കോടി രൂപ ഫ്രാങ്കോ ബിഷപ്പിന്റെ പഞ്ചാബിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അത് പിന്നെ സഭയ്ക്കോ ഫ്രാങ്കോ ബിഷപ്പിനോ അതിനെപ്പറ്റി പിന്നെ അന്വേഷിക്കണ്ട. 6000 കോടിയാണ് പിടിച്ചെടുത്തത്. പിടിച്ചെടുത്തിട്ട് ED പിടിച്ചോണ്ട് പോയത്. എന്നിട്ട് അവർക്ക് അതിനെപ്പറ്റി യാതൊരു കൂസലില്ല. അപ്പൊ എത്രായിരം കോടിയുടെ തട്ടിപ്പാണ്. പണമെല്ലാം പിടിച്ചെടുത്ത് ഇവനെ സഭയിൽ നിന്ന് പുറത്താക്കിയപ്പം ഈ PC തന്നെ അയാളെ അപ്പനെന്ന് വിളിച്ചവനെ തള്ളി പറഞ്ഞില്ലേ? അത് തള്ളി പറഞ്ഞു. അയാളെ പുറത്താക്കി നന്നായി എന്ന് പറഞ്ഞ് അതിനെ അനുകൂലിച്ചല്ലേ ഇയാള്? ഇയാൾക്ക് യാതൊരു സ്ഥിരതയും ഇല്ല. ഇപ്പൊ എന്ന് പറയും ഇപ്പൊ UDF നിന്നതല്ല, UDF നിന്നോണ്ട് തന്നെ UDF എതിരായിട്ട് പറയും. യൂത്ത് കോൺഗ്രസ്സുകാർ മൂവാറ്റുപുഴ വെച്ച് ചീമൊട്ട എറിഞ്ഞ് ഇവനെ ഓടിച്ചതാ. ഇവന്റെ തോക്കൊക്കെ അന്നേരം എവിടെ പോയി? യൂത്ത് കോൺഗ്രസ്സുകാർ ഇവന്റെ കാറ് മുഴുവൻ ചീമൊട്ട ഇറങ്ങി നശിപ്പിച്ചു. എന്നിട്ട് അന്നേരം എന്തുകൊണ്ട് പുറത്തിറങ്ങി ഇവന്റെ തോക്കെടുക്കാൻ എന്തുകൊണ്ടാണ്? ഇവൻ വലിയ തോക്കായിട്ട് നടക്കുന്ന ആളല്ലേ? ഇവൻ എന്തുകൊണ്ട് തോക്കെടുത്തില്ല?
അതുപോലെ ഇവനെ പറ്റി പറയാൻ തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും തീരത്തില്ല. കാരണം ക്രിസ്ത്യാനികൾക്ക് അപമാനമാണ്. ഈ അറക്കൽ ബിഷപ്പുമായിട്ട് ഇവൻ എവിടെ ബിഷപ്പുമാർ അഴിമതിക്കാരുണ്ടോ അങ്ങനെയുള്ളവരെല്ലാം ഇവൻ സപ്പോർട്ട് ചെയ്യും. അല്ല ഒരു നല്ലൊരു ബിഷപ്പിനെ നല്ലൊരു വൈദികനെ ഇവൻ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇവൻ ആ സിസ്റ്റർമാരെ പറ്റി എന്തെല്ലാം വൃത്തിയോട് പറഞ്ഞു. ആലഞ്ചേരിയോട് ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞു. ആ സിസ്റ്ററെ പറ്റി എന്തെല്ലാം അപവാദം ഇവൻ പറഞ്ഞു. ഇവന് സ്ഥിരതയില്ല. ഇവന് തലയ്ക്ക് സുഖമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് കാണാം ഇവന്റെ തല മോളിൽ നിന്ന് വെട്ടി മാറ്റിയിട്ട് അതിനകത്ത് ഇപ്പൊ ചാണകം നിറച്ചിരിക്കുക. ഇനിയിപ്പോ ഇവന്റെ വായിൽ നിന്ന് വരാൻ പോകുന്നത് ഇത്രയും നാളും ഉണ്ടായിരുന്നതിനേക്കാൾ മാലിന്യം ഇവന്റെ വായിൽ നിന്നും വരുന്നുള്ളൂ. അത് നോക്കിക്കോ. കാരണം ദൈവം പ്രവർത്തിക്കും. ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പ്രവർത്തിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഈ BJPയുടെ ഉള്ള വിലയും കൂടെ പോയില്ലേ? അതായത് ഏതാണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിലൊക്കെ ഏതാണ്ട് ഒരു മതിപ്പായി വന്നപ്പോ ഇവനെ എടുത്തോടി ആ ഒരു മതിപ്പ് പോയില്ലേ BJPയോട്? എന്ത് തോന്നുന്നു? ഇവനെ അങ്ങനെ ക്രിസ്ത്യാനികളുടെ കൂടെ കൂട്ടും. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ അനുയായികളാണ് ക്രിസ്ത്യാനികൾ. ആ ക്രിസ്ത്യാനിക്ക് തീർച്ചയായിട്ടും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇവൻ എന്ത് ഐഡന്റിറ്റിയാ ഉള്ളത്? ഇവന് ഒരു സ്ഥിരതയുണ്ടോ? എവിടെയെങ്കിലും നിന്ന് അവിടെ ഒരു നന്മ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പൊ എത്ര പാർട്ടി മാറി? എവിടെയെങ്കിലും നിന്നൊരു സ്ഥിരമായ ഒരു അഭിപ്രായമോ സ്ഥിരമായ ഒരു നിലപാട് ഇവനുണ്ടോ? നിലപാടുകളില്ലാത്ത മനുഷ്യനല്ലേ. നിലപാടുകളുണ്ടോ അവന്? നിലപാടുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു നിലപാട് ഇവൻ പറയട്ടെ. ഇവൻ കേരള രാഷ്ട്രീയത്തിലെടുത്ത ഒരു നിലപാട് പറയട്ടെ. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാക്കാതിരുന്നതിനുള്ള പക വീട്ടുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയെ പറ്റി നട്ടാക്കൊരുക്കാത്തതാണ്. അതുപോലത്തെ നുണ പറഞ്ഞ മനുഷ്യൻ. നുണ പച്ച നുണ. എന്നിട്ട് ചാനലിൽ വന്നിട്ട് യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ ചേട്ടാന്നാ വിളിച്ചുകൊണ്ടിരുന്നത്, ഉമ്മൻചാണ്ടി നല്ല മനുഷ്യനാണ്, ഞാൻ അന്ന് എനിക്കൊരു തെറ്റുപറ്റി, ക്ഷമിക്കണം എന്നൊക്കെ പറയാം. ഇയാള് എല്ലാ ദ്രോഹവും ചെയ്തിട്ട് പിന്നെ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് ക്ഷമ പറഞ്ഞിട്ട് എന്തർത്ഥം ഇരിക്കുന്നു? ഇനിയിപ്പോ ഇവൻ പല ക്ഷമയും പറയാൻ കിടക്കുക. ഇനിയിപ്പം BJP ചേർന്ന് കഴിയുമ്പോൾ ഇനി പലതും വരും. പലതും ഇവന്റെ വായിൽ നിന്ന് വരും. ഇവൻ അറിയാതെ ഇവന്റെ വായിൽ നിന്നെല്ലാം വരും. ഈ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ഇത് പറയാൻ പറ്റുമോ? ഒരു മാന്യത കൽപ്പിക്കാൻ പറ്റുമോ ഈ മനുഷ്യനൊക്കെ? ചക്കരപ്പെണ്ണെ 12 മണിയാകുമ്പോൾ ഞാൻ അവിടെ വരും, തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വരും, അപ്പൊ ഞാൻ വിളിക്കാം, അന്ന് വന്നാൽ മതി. എന്നിട്ട് ആ സരിതയെ പറ്റി പിന്നീട് സരിതയെ എന്തെങ്കിലും പറയും. സരിതയെ പറ്റിയും മോശമായിട്ട് പറയും. എന്തെങ്കിലും നിലപാടുണ്ട്? മനുഷ്യനായ പോട്ടെ, എന്തെങ്കിലും ഒരു നിലപാട് വേണ്ട ഒരു മനുഷ്യനായി. നമ്മളെ സാധാരണ മനുഷ്യനല്ലല്ലോ. ഇയാള് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനല്ലേ, ചീഫ് വിപ്പ് വരെ ആയിരുന്ന ആളല്ലേ. അയാൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അയാൾ കളങ്കപ്പെട്ട ഒരു സ്ത്രീയുമായിട്ട് അയാൾ ബന്ധം സ്ഥാപിക്കുക, എന്നിട്ട് തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ച് വരാൻ പറയുക, എന്നിട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നൊക്കെയാണ് അവള് പറയുന്നത്. ഇയാള് പറയുന്നത് ഞാൻ വിളിച്ചിട്ടില്ല എന്നൊക്കെ ഇയാള് പറയുന്നത്. ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം? ഈ മനുഷ്യൻ നിലപാടില്ലാത്ത കാരണം ഇയാൾ പറയുന്നതിനേക്കാൾ വിശ്വാസികൾ സരിത പറയുന്നതിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. i2i ന്യൂസ് ഞാൻ നിങ്ങളുടെ വാർത്ത കേൾക്കാറുണ്ട്. വളരെ അടിപൊളി പ്രസന്റേഷന്. PC ജോർജിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ നാറി എവിടെ പോയാലും ശരിയാകത്തില്ല. അവനെ എടുക്കുന്നത് കൊണ്ട് BJPക്ക് എനിക്ക് തോന്നുന്നില്ല ഗുണവും വരുമെന്ന്. കേരളത്തിലിപ്പം അവൻ പറഞ്ഞാൽ ആരാ വോട്ട് ചെയ്യുന്നത്? അവിടെ ഇവിടെ നടക്കുന്ന ആ ഉമ്മൻചാണ്ടിയെ, എന്നിട്ട് അവൻ്റെ PC ജോർജിൻ്റെ ഭാര്യ കൊന്ത കുറെ ചൊല്ലിയാന്നല്ലോ. ഈ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ കൊന്ത ചൊല്ലിക്കഴിഞ്ഞാൽ ഈ PC ജോർജിൻ്റെ കുടുംബം മുടിഞ്ഞു പോവുകയുള്ളല്ലോ. അവൻ ആ പണിയാണ് കാണിച്ചത്. അവസാനം മാറ്റി പറഞ്ഞു. എന്നാലും അയാളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചൊരു മനുഷ്യനാണ്. അയാളെവിടെ പോയാലും ഗുണം പിടിക്കത്തില്ല. BJP നേതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് PC ഇനി നിങ്ങളുടെ വീടുകളിലേക്കോ ഓഫീസുകളിലേക്കോ കുണുങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. മോദിജിയെയും അമിത്ഷാജിയെയും കുറിച്ചൊക്കെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞു വരുത്തിയ കഥകൾ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുത്തുവാൻ സാധ്യതയുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതിനകത്ത് നേരിട്ട് കണ്ടു, താങ്കൾ നേരിട്ട് കണ്ടു. അതാണ് രസം. സത്യം ചെയ്ത് പറയുന്നു, ഉമ്മൻചാണ്ടി ആ കാര്യത്തിൽ തെറ്റാണ്. ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ കാണുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കൊടുത്തത് കയ്യിലുമുണ്ടാ മതിയോ? അതിനകത്ത് നേരിട്ട് കണ്ടു, താങ്കൾ നേരിട്ട് കണ്ടു. അതാണ് രസം. ഇന്ന് അവരുടെ ഇവിടെ മുഴുവൻ പാടാ. ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയതാണ്? അപ്പോൾ ഇന്ന ആളുടെ മുറിയിൽ നിന്ന് വരികയാണ്, കടിച്ചു പറിച്ചതാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ അഭിപ്രായം? ഇത്ര ജനകീയനായ ഒരു നേതാവില്ല, അത് സത്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.